ഇന്ന് എന്റെ ഒരു വീഡിയോക്ക് ഒരു കമന്റ്, ആർ യു മാഡ്? അതായത് ഭ്രാന്തനാണോ വട്ടരാണോ എന്നുള്ളൊരു ചോദ്യം. ശരിക്കും ഭ്രാന്തൻ തന്നെയാണ്. കാരണം ഇവിടെ നടക്കുന്ന ഭ്രാന്തികമായ കാര്യങ്ങളെല്ലാം മാറ്റാൻ പറ്റുന്ന ഒരു ഭ്രാന്തൻ തന്നെ അല്ലെ ഈ പറയുന്ന അപ്പുമാരെ പേടിയില്ല. അതായത് നിങ്ങളെല്ലാം പേടിച്ചിരിക്കുന്ന വിഡ്ഢികളായ പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ ഇതൊന്നും എന്റെ അടിമകളാണ്. കാരണം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു സിറ്റിസൺ ആണ്. ഇന്ത്യയിൽ നിന്നുള്ള 140 കോടി ജനങ്ങളെല്ലാം അടിമയായിട്ട് നിൽക്കുമ്പോൾ അതിൽ ഒരാളൊരു ഭ്രാന്തനാവണം. കാരണം അയാൾ ഭ്രാന്തനായില്ലെങ്കിൽ എല്ലാവരും വരുന്ന തലമുറ എല്ലാം ഭ്രാന്തവും അസുഖവും ക്യാൻസറും എല്ലാം വന്ന് അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാത്ത രീതിയിൽ ഇപ്പൊ കാണുന്ന രീതിയിൽ പീഡനവും കാര്യങ്ങളെല്ലാം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഭ്രാന്തം വേണം അല്ലെ. 140 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 800 കോടി ജനങ്ങൾ ഒരു ഭ്രാന്തം വേണ്ടേ? അപ്പൊ ആ ഒരു ഭ്രാന്തനാണ് ഞാൻ. അപ്പൊ ഞാൻ ഈ പറയുന്ന ഗവൺമെന്റ് ഞാൻ പറയാറുണ്ട്, ഈ പറയുന്ന ജുഡീഷ്യറി ഇതെല്ലാം വേസ്റ്റ് എന്ന് പറയാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റൽ സിസ്റ്റം ഇതെല്ലാം മൂന്ന് കാര്യം അത്യാവശ്യം തലക്ക് മൂളയുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അതിനുള്ള എല്ലാവിധ ഇൻവെസ്റ്റിഗേഷനും അതോടൊപ്പം തന്നെ എവിഡൻസും ഞാൻ എന്റെ യൂണിവേഴ്സിറ്റി മാറ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം, നാലാമത്തെ ആള് സിനിമ മൂവി അതും വില്ലൻ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം അഭിനയിക്കുന്ന സൂപ്പർ ഹീറോസ് എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാരെല്ലാം ആ ഒരു ഡമ്മി ഹീറോസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ എന്റെ ചെറുക്കന്റെ ഒപ്പം ഞായിരുന്ന ആ ഒരു കളം കാവൽ എന്നുള്ള ആ ഒരു സിനിമ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവനെല്ലാം ഭയങ്കര അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പടവും കാര്യമില്ല. ഓക്കെ, മമ്മൂട്ടിയുടെ നല്ല ആക്ടിംഗ് ആണ്. അപ്പൊ ഈ പറയുന്ന സാറ്റലൈറ്റ്സും ഇപ്പൊ നമ്മുടെ ട്രെൻഡ് അറിയാം. 90s സിനിമയല്ല ഇപ്പൊ ഉള്ളത് വില്ലനിസം അല്ലെ. വില്ലൻ, ചോര, കത്ത്, കുത്ത്, വെടിവെപ്പ്, ഈ പറയുന്ന അവിഹിതങ്ങൾ, ഈ പറയുന്ന ദൃശ്യം പോലത്തെ ആ ഒരു ക്രിമിനൽ മൂവീസ്. അപ്പൊ ഇതെല്ലാം ഈ നോർമൽ ആയിട്ടുള്ള മനുഷ്യരുടെ ഉള്ളിലേക്ക് അബ്സോർവ് ആവുന്നുണ്ട്. പ്രായമുള്ളവരെ പെർഫെക്റ്റ്ലി അബ്സോർവ് ആവുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ കുഞ്ഞുങ്ങള് ഇവർക്ക് എന്താണ് സത്യം, എന്താണ് ന്യായം, ഇതൊന്നും അറിയില്ല. എന്താണോ അവർ കാണുന്നത് അത് ഇവന്റെ ഹെഡിലേക്ക് ആ ന്യൂറോ സയൻസ് മിറർ ന്യൂറോൺസ് വഴി കയറും. ആ ഒരു ക്രിമിനൽ വാസനയാണെങ്കിലും ഈ പറയുന്ന ആ ഒരു സെക്സ് ആണെങ്കിലും ഇതെല്ലാം കയറും. ഓക്കെ, ഇതെല്ലാം ഹൈലി ന്യൂറോ സയൻസ് തന്നെയാണ്, മിറർ ന്യൂറോൺസ് എന്ന് പറയും. അങ്ങനെ തന്നെയാണ് ആരാധന വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നടന്മാരെ ഒന്നും നിങ്ങളുടെ വീട്ടിൽ കൊണ്ടൊന്നും ഒരു 10 രൂപ പോലും തന്നിട്ടില്ല. നിങ്ങൾക്ക് അവരോട് ആരാധനയുള്ള നിങ്ങൾ ആ ഒരു സിനിമയിൽ കണ്ട ആ ഒരു ഹീറോയിസം, തല്ലുന്നു, ഇടിക്കുന്നു, വെടിവെക്കുന്നു, കൊല്ലുന്നു അല്ലെ, ബന്ധുപേരെല്ലാം ചീത്ത പറയുന്നു. പക്ഷെ ആ ഒരു വിഡ്ഢികൾ ഒരിക്കലും റിയൽ ലൈഫിൽ അത് ചെയ്യില്ല. അതായത് അവർ പേടിച്ചും ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. അതോടൊപ്പം തന്നെ ഇവൻ അവർ സിഗരറ്റ് വലിക്കുന്ന ആക്ഷൻ ഒക്കെ കാണിച്ചു തന്നു. അതായത് 5 വയസ്സുള്ള ഒരു കുഞ്ഞത് ആക്ഷനായിട്ട് കാണിച്ചു തന്നു. ഒരിക്കലും ഇവന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവന്റെ സൊസൈറ്റിയോ സിഗരറ്റിന്റെ കാര്യം ഇവന് പറഞ്ഞു കൊടുക്കില്ല, എന്താണ് പ്രശ്നം. പക്ഷെ അവിടെ അൺലിമിറ്റഡ് വിറ്റ് ഗവൺമെന്റ് നമുക്ക് വിൽക്കാൻ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹീറോസിനെ എല്ലാം കാണിച്ച് ഇവന്റെ ബോഡിയിലേക്ക് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനും പണ്ട് എല്ലാം 2-3 സിഗരറ്റ് എല്ലാം ഒരുമിച്ച് വലിക്കുമായിരുന്നു. ഇത് തന്നെ സിനിമ കണ്ടിട്ടുള്ള ഇത്. അതോടൊപ്പം തന്നെ ആൽക്കഹോൾ എല്ലാം എന്റെ ഒപ്പം ആർക്കും കുടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയെല്ലാം കുടിക്കുമായിരുന്നു. ഓക്കെ, വെള്ളവും ബ്രാൻഡി എല്ലാമായിട്ട്. അപ്പൊ ഇതെല്ലാം ഹൈലി ന്യൂറോ സയൻസ് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സിനിമയെല്ലാം ഇപ്പൊ പോയി മാർക്കോ ഇതുപോലത്തെ ഹൈ ആയിട്ടുള്ള ക്രിമിനൽ വാസന തന്നെ. അപ്പൊ ആ ക്രിമിനൽ വാസന തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കാണും അല്ലെ. കൈതല്ലി ഓടിക്കുന്നു, കൊന്നുകളയുന്നു. അതോടൊപ്പം തന്നെ ദൃശ്യമെല്ലാം കണ്ടിട്ട് ആൾക്കാരെല്ലാം കുഴി കുഴിച്ച് മൂടി. അപ്പൊ ഈ സിനിമ എന്നുള്ളതും അവരുടെ സ്കൂയിങ് തന്നെയാണ്. എനിക്കിപ്പോ ഈ മാർക്കോ ഒന്നും അഫക്ട് ചെയ്യില്ല. ഞാൻ എല്ലാം പണ്ട് തന്നെ സോയെല്ലാം കണ്ടിട്ട ടീമാണ്. ഓക്കെ, ഇംഗ്ലീഷില. അപ്പൊ ഈ പറയുന്ന പക്ഷെ കുഞ്ഞുങ്ങളും നമ്മുടെ ഈ പറയുന്ന സൊസൈറ്റിയും എല്ലാവരും ആ രീതിയിൽ മാറി വരുന്നു. അപ്പോ ഈ വിഡ്ഢികളായ ഡമ്മികളായ സിനിമാ നടന്മാരും നമ്മുടെ ഈ ഒരു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സൊസൈറ്റി നശിപ്പിക്കുന്നതിന് വലിയൊരു ഘടകം തന്നെയാണ്.